ഡെന്നി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഈ അവിടെ സംഭവിച്ച കാര്യങ്ങളെ ഇപ്പോൾ വിലയിരുത്തുന്നത്? എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്? വളരെ എല്ലാവർക്കും മനസ്സിൽ വിഷമം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. കാരണം മുൻപും കാശ്മീരിൽ ഇതുപോലത്തെ ഭീകര ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ വളരെ ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലും എഫക്ട് ചെയ്യാത്ത കശ്മീരിലെ ഭീകരവാദമായിട്ട് യാതൊരു രീതിയിലും എഫക്ട് അല്ലാത്ത ആളുകളും, അത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഹോളിഡേയ്സിൽ പോകുന്ന അല്ലെങ്കിൽ നല്ലൊരു സമയം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്, പുതിയതായിട്ട് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കുടുംബമായിട്ട് പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഇപ്പൊ നേരത്തെ തന്നെ മഞ്ജുനാഥിന്റെ വീഡിയോ കാണിച്ചു, അവർക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭീകരത വരിക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും ഷോക്കിംഗ് തന്നെയാണ്. കശ്മീരിൽ ധാരാളം ഇതുപോലത്തെ അറ്റാക്സ് കണ്ടിട്ടുള്ള എന്നുള്ള വ്യക്തി എന്ന നിലയിൽ ഇതുപോലുള്ള ഒരു അറ്റാക്ക് മുൻപ് എങ്ങും. അത് തന്നെയാണ് ശ്രീ ഡെന്നി, താങ്കൾ സേനയുടെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട പല ഓപ്പറേഷൻസും പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ, അതിന്റെ ആസൂത്രണത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടാകും. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അവിടെയാണ് നമ്മുടെ ഞെട്ടൽ. പക്ഷേ ആ ഞെട്ടലിൽ നമ്മൾ നിശബ്ദരാവുകയല്ല, തിരിച്ചടിക്കുകയാണ്, അത് മറ്റൊരു വശം. പക്ഷേ ആ ഞെട്ടൽ അവിടുത്തെ സഞ്ചാരികൾക്ക് ഉൾപ്പെടെയുണ്ട്. നേരത്തെ സംസാരിച്ചത് അല്പം ദൂരെ നാളെ അവിടേക്ക് പോകാം, ഈ പഹൽഗാം മേഖലയിലേക്ക് പോകാമെന്ന് കരുതിയ ഒരു 12-അംഗ സംഘത്തിലെ ഒരാളാണ് നേരത്തെ സംസാരിച്ചത്. അപ്പോൾ അവിടെയുള്ള സഞ്ചാരികളെ സംബന്ധിച്ചും നമ്മളെ ആകെ സംബന്ധിച്ചും ഒരു ആശങ്കയും ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു ഓപ്പറേഷൻ സാധാരണ നിലയിൽ നമ്മൾ കേട്ടിട്ടുള്ളതല്ല. ഇങ്ങനെയൊരു ഓപ്പറേഷനിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഈ ഓപ്പറേഷനുമായി ഇങ്ങനെയൊരു ഓപ്പറേഷനല്ല, ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നയിച്ച സാഹചര്യം എന്താണ്? ഇതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും എന്താണ് താങ്കൾ സേനയുടെ ഭാഗമായിരുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഇത് ഒരു കൃത്യമായിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് യാതൊരു സംശയമില്ല. കാരണം ഇതൊരു അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ടെററിസ്റ്റുമാർ മാത്രം ഒരു ദിവസം തീരുമാനിച്ചു, ഓക്കെ നമുക്ക് ഇന്ന് പാൽഗാമിൽ പോയിട്ട് കുറച്ച് ടൂറിസ്റ്റുകളെ വെടിവെക്കാം എന്നുള്ളതല്ല. അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. കാരണം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടുള്ളത്, എവിടെയാണ് ചെയ്യേണ്ടുള്ളത്, ആർക്ക് അഗേൻസ്റ്റ് ആണ് ചെയ്യേണ്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. എവിടെയാണ് ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ പഹൽഗാം പോലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അതായത് വളരെയേറെ ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ, അമർനാഥ് യാത്രയ്ക്ക് സദർ റൂട്ടിലേക്ക് വരുന്ന ഒരു റൂട്ട്, അവിടെ ഈ ടൂറിസ്റ്റുകൾ തങ്ങി അവിടെയൊക്കെ മലയുടെ മുകളിലൊക്കെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, ധാരാളം സൈനികരൊന്നും ഇല്ലാത്ത ഏരിയ. കാരണം ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, നമുക്കറിയാം, ഒരു നോർമൽസി വരുന്ന ഒരു സമയമാണ്. ഒമർ അബ്ദുള്ള മാർച്ച് 12-ാം തീയതി കശ്മീർ അസംബ്ലിയിലെ ഫ്ലോറിൽ പറഞ്ഞതാണ്, 2024 ഏകദേശം 2.53 കോടി ടൂറിസ്റ്റുകളാണ് കശ്മീരിലേക്ക് വന്നത്. റെക്കോർഡ് ടൂറിസ്റ്റുകളാണ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള എന്തൊക്കെ പ്രിപ്പറേഷൻസും എന്തൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, കശ്മീരിൽ ഫോർമുല റേസിംഗ് നടക്കുകയാണ്, സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്, സിനിമ തിയേറ്റർ ഓപ്പൺ ആവുകയാണ്. വളരെയേറെ നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അതാണ് ഫസ്റ്റ് എവിടെ ചെയ്യണമായിരുന്നു. രണ്ടാമത് അവർ ചൂസ് ചെയ്ത നോക്കൂ, ആരെയാണ്? ടൂറിസ്റ്റുകളെയാണ്. ഈ ടൂറിസ്റ്റുകൾ വെറും ടൂറിസ്റ്റുകളല്ല, ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ്. ആ ടൂറിസ്റ്റുകളെ അവര് ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ അറിഞ്ഞ ശേഷമാണ് അവർ കുറെ പേരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ എന്താണ് അവരുടെ ഉദ്ദേശം ഭാരതത്തിനുള്ളിൽ മതപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റൽ ഡിവിഷൻ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതായത് കശ്മീരിലെ ആളുകളെ ടൂറിസത്തിന് മാത്രം നശിപ്പിക്കാനില്ല, ഭാരതത്തിന്റെ ഉള്ളിൽ ആരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ശ്രമം കൂടെ ഉണ്ട്. മൂന്നാമതാണ് സമയം. ആ കൃത്യസമയമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വൈസ് പ്രസിഡന്റ്, US വൈസ് പ്രസിഡന്റ് JD വാൻസ് നിൽക്കുന്ന സമയം ഒരു വലിയൊരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് ആണ്. അതേപോലെ തന്നെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു വിസിറ്റ് ആണ് പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിൽ പോയിരിക്കുന്നത്. വളരെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് അലയൻസസ് ഉള്ള രാജ്യം, ഇനി അതിനെ വലിയ വിരലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വിസിറ്റാണിത്. ആ സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തത്. ഇതിന്റെ ഒരു മൂന്നാമത്തെ ഒരു സമയത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ, 10 ദിവസം മുൻപ് പാകിസ്ഥാന്റെ ചീഫ് ജനറൽ ആസിഫ് മുനീർ അദ്ദേഹം പുറം രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പാകിസ്ഥാനി ആളുകളുമായിട്ട് ഒരു സ്പീച്ച് കൊടുത്തു. ആ സ്പീച്ചില് ഒരു ആർമി ചീഫ് സംസാരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. അതായത് ഈ ഒരു സമയത്തിനെ കുറിച്ചായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തിൽ വലിയൊരു വിസിറ്റ് നടക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി വലിയൊരു വിസിറ്റിലേക്ക് പുറത്തേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരാഴ്ച മുൻപിൽ ഈ പാകിസ്ഥാന്റെ ആർമി ചീഫ് വിദേശത്ത് പോയി പാകിസ്ഥാനികളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വളരെ ഒരു ആർമി ചീഫിന് സംസാരിക്കുന്ന രീതിയിലല്ല, ഒരു മത വിദ്വേഷം എങ്ങനെയാണ് പറയുക എന്നുള്ള രീതിയിലുള്ള ഒരു സ്പീച്ചായിരുന്നു.
അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം, മതപരമായിട്ടുള്ള വ്യത്യാസം, പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ, കശ്മീരിനെ കുറിച്ചുള്ള ഒരു പരാമർശം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ പല അനലിസ്റ്റും പറഞ്ഞു ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്താണ്. കാരണം പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. അവരുടെ തന്നെ പോളിസി വെച്ച് ഈ ഭീകരവാദത്തിനെ വളർത്തി ഇന്ന് അവരുടെ തന്നെ തിരിച്ചു കടിക്കുന്ന ഒരു സ്ഥിതിയാണ്. എല്ലാ ദിവസവും ശരാശരി 7 പാകിസ്ഥാനികൾ ഭീകരവാദത്തിന്റെ ഇരയായി